My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. എന്താണ് യു കെയിൽ വിൽപത്രം എഴുതി വെക്കുന്നതിൻ്റെ പ്രാധാന്യം? നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതിനും നിങ്ങളുടെ മരണശേഷം റൂൾ ഓഫ് ഇൻഡസ്ട്രി പ്രകാരമല്ല സ്വത്തുക്കൾ കൊടുക്കേണ്ടത്, ബെനിഫിഷ്യറിയെ നിങ്ങൾ സെലക്ട് ചെയ്യും, ഭാര്യയ്ക്കും മക്കൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രമാണമാണ്. ഇത് പ്രകാരം വിൽപത്രം കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂൾ ഓഫ് ഇൻഡസ്ട്രി പ്രകാരം സ്വത്തുക്കൾ വിഭജിക്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിഷസ് നടപ്പാക്കാനുള്ള പ്രമാണമാണ് വിൽപത്രം. ഇതുവഴി നിങ്ങൾക്ക് ടാക്സ് മിറ്റിഗേറ്റ് ചെയ്യുവാനും ടാക്സ് പ്ലാൻ ചെയ്യുവാനും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടം നടത്തുവാനുള്ള എക്സിക്യൂട്ടേഴ്സിനെ ഇതിൽ കണ്ടുപിടിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ ഗാർഡിയനെ ഇതിൽ സെലക്ട് ചെയ്യുന്നു. നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ലീഗൽ ഫേമിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. സാധാരണ എക്സിക്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിലും പ്രായം കുറഞ്ഞ റിലേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ എഴുതപ്പെടുന്ന വിൽപത്ര പ്രകാരം നിങ്ങളുടെ മരണശേഷം നിങ്ങൾ എഴുതി വച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ നടപ്പാക്കുകയും നിങ്ങളുടെ സ്വത്തുക്കൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അവകാശികളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതുവഴി നിങ്ങൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യുവാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സക്സഷൻ പ്ലാനിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ വിൽപത്രം എഴുതുന്നത് വഴി നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വരും തലമുറയ്ക്ക് കൈമാറുന്നതിന് വിൽപത്രം ഉപയോഗിക്കുന്നു. വിൽപത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷസാണ്. ഒരിക്കൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് മാറ്റുവാൻ സാധിക്കും. പലപ്പോഴും നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുപിടിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സക്സഷൻ പ്ലാന് ഇതിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള വിറ്റ്നസ്സും എക്സിക്യൂട്ടേഴ്സിനും വെച്ച് ഇത് എഴുതപ്പെടുന്നു. നിങ്ങളുടെ മരണശേഷമായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ മറ്റ് രാജ്യങ്ങളിലുള്ള സ്വത്തുക്കൾ എല്ലാം ടാക്സ് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിക്കുന്നതിൻ്റെ പാർട്ടായിട്ടാണ് വിൽപത്രം എഴുതാറുള്ളത്. നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറിയെ ചൂസ് ചെയ്യുവാനും അത് ജീവിച്ചിരിക്കുമ്പം തന്നെ അത് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ബിസിനസ് സക്സഷൻ പ്ലാനിലൂടെ വരും തലമുറയ്ക്ക് കൈമാറാനും മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാനും ടാക്സ് പ്ലാൻ ചെയ്യുവാനും ഉപകാരപ്പെടുന്നു. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ യു കെ ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി യു കെയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്റ്റാർട്ടപ്പ് ചെയ്ത ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും മറ്റ് പ്രൊഫഷണൽസുമായി സംസാരിക്കാനുമുള്ള അവസരം കിട്ടുന്നതാണ്. യു കെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യു കെ ബിസിനസ്സിനെ പറ്റി, യു കെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യു കെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.